നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വായ്പാറ ചാലക്കുടി അന്തർ സംസ്ഥാന പാതയിൽ കൾവർട്ട് ഇടിഞ്ഞ് ഭാരവാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടു. LDF നേതൃത്വം കൊടുക്കുന്ന കൊരട്ടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസിന്റെ ഉപവാസ സമരം. അങ്കമാലി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂസ് പേപ്പർ ചലഞ്ചിന് തുടക്കം. വാർത്തകൾ വിശദമായി. വായ്പാറ ചാലക്കുടി അന്തർ സംസ്ഥാന പാതയിൽ കൾവർട്ടിടിഞ്ഞ് ഭാരവാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടു. മലക്കപ്പാറ ടൗണിനോട് ചേർന്നുള്ള കൾവർട്ടാണ് ഇടിഞ്ഞത്. അപകടാവസ്ഥയിലായിരുന്ന കൾവർട്ട് പുതുക്കി പണിയണമെന്ന് ഏറെ നാളുകളായുള്ള ആവശ്യമായിരുന്നു. നിലവിൽ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ LDF ഭരണസമിതി അഴിമതി നടത്തുന്നതായും അംഗനവാടി ജീവനക്കാരുടെ നിയമനത്തിൽ പിൻവാതിൽ നിയമനം നടത്തിയതായും ആരോപിച്ചായിരുന്നു പ്രതിഷേധ സമരം. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് മേനോത്ത് സമരത്തിന് നേതൃത്വം നൽകി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, മുൻ മണ്ഡലം പ്രസിഡന്റ് NC തോമസ്, PK ബാസി, വനജ ദിവാകരൻ, PK ആന്റണി, ഷാജിൻ വാടവന, ജോസഫ് പൈനാടത്ത്, PV പാപ്പച്ചൻ, PA സാബു, ജാൻസി പഹലോസ്, റിൻസി രാജേഷ്, ഷീജ പോളി എന്നിവർ സംസാരിച്ചു. കിടുക്കാര്യസ്ഥതയും ദൂർത്തുമാത്രമാണ് മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് തലം വരെ നടക്കുന്നതെന്നും പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ മറവിൽ വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും സമരക്കാർ ആരോപിച്ചു. അതിന് ഉത്തമമായ ഉദാഹരണം പ്ലാസ്റ്റിക്. അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റീസൈക്കിളൊക്കെ ചെയ്ത് ഇതിൽ വീണ്ടും വരുത്താമെന്നൊക്കെ പറയുന്നു. ഇന്ന് കുമിഞ്ഞു കൂടുക. ഇന്ന് മല പോലെ മഞ്ഞിലും എവിടേക്ക് മഞ്ഞ് മലകളിലും അതുപോലെ തന്നെ മലകളിലും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എവിടേക്കുണ്ടോ മനുഷ്യവാസ കുടുംബമായി മാറിയപ്പോൾ ഇന്ന് ഫ്ളാറ്റിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാലിന്യം ഒന്നും നിർമ്മാർജ്ജനം ചെയ്യാനോ നശിപ്പിക്കാനോ കഴിയുന്നില്ല. ഇന്നുള്ള ഭരണ സംവിധാനങ്ങൾ അതിനുള്ള മാർഗം കണ്ടെത്തി. ആ മാർഗം എന്നുള്ളത് വ്യക്തമായ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അത് വേസ്റ്റ് എടുത്ത് ഇവിടെ അത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നശിപ്പിക്കുക, മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ള സംവിധാനമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വേസ്റ്റ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അതിന്റെ പല പ്രശ്നങ്ങളും, രോഗങ്ങളും, പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ വന്നിരുന്നു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ തരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പഞ്ചായത്തുകാരെ തീറ്റാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. പഞ്ചായത്തുകാരെ തീറ്റ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ തരുന്നത് 40 രൂപ, ഞാൻ കൊടുക്കാത്ത ഒരാളാ. നിങ്ങൾ തരുന്നത് 40 രൂപ, നിങ്ങൾക്ക് കിട്ടുമില്ല, 12 രൂപ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാശുകാരായില്ല, വേണമെങ്കിൽ 40 രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങൾ കൊണ്ടുപോയിക്കോ. പാവപ്പെട്ടവർ ഇത് വരുന്നത്, ഈ മാലിന്യം നീക്കാനുള്ള വരുന്ന സ്ത്രീകളൊക്കെ പാവപ്പെട്ടവരാ. അത് നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് വേണേൽ ഞങ്ങൾ തരാം. പഞ്ചായത്തുകാരെ തീറ്റ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞേ. ഇന്നിതിപ്പോ കയറി ലേശം കാശും കൂടിയൊക്കെ കൂട്ടിയുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ ഇവര് തിരുത്തേണ്ട പാർട്ടിയും മുഖ്യമന്ത്രിയൊക്കെ തന്നെ സർക്കാരുമെല്ലാം തന്നെ ധാർഷ്ട്യവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കാഴ്ച ഇന്ന് ഈ നാട് കാണുകയാണ്. നമുക്കറിയാം, കേരളത്തിനകത്ത് മുഖ്യമന്ത്രിക്കാർക്കെതിരായി ആരോപണം വരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ കാണാത്ത വിധത്തിൽ മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രി ഭാര്യയ്ക്കെതിരായി, മക്കൾക്കെതിരായി, മരുമക്കൾക്കെതിരായി,
മകന്റെ അമ്മായിക്കെതിരായി വരെ ആരോപണം വരുന്ന കാഴ്ച ഇന്ന് ഈ നാട് കാണുകയാണ്. ഇന്ന് ഈ കേരളത്തിനകത്തെ എല്ലാ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം അന്വേഷിച്ചു പോകുമ്പോൾ അത് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി കുടുംബത്തിലാണ്. അത്തരത്തിൽ കുടുംബം അടക്കാൻ കക്കാനിറങ്ങിയ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ആ കുടുംബത്തിനെ കക്കാനുള്ള എല്ലാ അവസരം നൽകിക്കൊണ്ട് ഒരു പാർട്ടിയും കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സഖാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്തുകളെ, താഴേക്കുള്ള സഖാക്കന്മാർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുക? ഇവരൊക്കെ തന്നെ മാതൃകയാക്കുന്നത് കുടുംബമടക്കം കക്കാനിറങ്ങിയ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയുമാണ്. അതുകൊണ്ട് കേരളത്തിനകത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ വരെ ഇന്ന് അഴിമതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയാൻ, തിരുത്താൻ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തെ എല്ലാ AAY റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും 13 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 6 ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് 36 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ വർഷങ്ങളിലേതുപോലെ ഈ ഓണക്കാലത്തും നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 6 മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ 10 മുതൽ 14 വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും. കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിയ പച്ചക്കറികൾ വിൽക്കാനായി പ്രത്യേക സംവിധാനം ഒരുക്കും. നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചതായും 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടി ഒഴിവാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഓണം കേരളത്തിന്റെ ആകെ ഉത്സവമാണ്. എല്ലാ ജനവിഭാഗം ആളുകൾ ഒത്തുകൂടുന്ന ഓണാഘോഷം നാടിന്റെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതിഫലനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരട്ടചക്രവാത ചുഴി ന്യൂനമർദ്ദപാത്തി സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ശേഷിക്കുന്ന 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. വടക്കൻ തമിഴ്നാടിനും തെക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടൽ മുതൽ മാലിദ്വീപ് വരെ 0.9 കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോര മേഖലയിലുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഓണക്കാലത്തെ തിരക്ക് മുൻകൂട്ടി കണ്ട് കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. തിരക്കേറിയ സീസണിൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. 16 തേർഡ് AC കോച്ചുകളുള്ള ട്രെയിൻ ബംഗളൂരു SMVTയിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും തിരിച്ചുമാണ് സർവീസ്. കൊല്ലം, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗൺ, ആലുവ, തൃശൂർ, പാലക്കാട് എന്നിവയാണ് കേരളത്തിലെ മറ്റ് സ്റ്റോപ്പുകൾ. ട്രെയിൻ നമ്പർ 06239 SMVT ബാംഗ്ലൂരു കൊച്ചുവേളി രാത്രി 9 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:15 കൊച്ചുവേളിയിലെത്തും. ഓഗസ്റ്റ് 20, 22, 25, 27, 29, സെപ്റ്റംബർ 1, 3, 5, 8, 10, 12, 15, 17 എന്നീ ദിവസങ്ങളിലാണ് പുറപ്പെടുന്നത്. കൊച്ചുവേളി SMVT ബാംഗ്ലൂരു വൈകുന്നേരം 5 മണിക്ക് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 10:30 ബാംഗ്ലൂരിലെത്തും. ഓഗസ്റ്റ് 21, 23, 26, 28, 30, സെപ്റ്റംബർ 2, 4, 6, 9, 11, 13, 16, 18 എന്നീ ദിവസങ്ങളിലായിരുന്നു കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്നത്. LDF നേതൃത്വം കൊടുക്കുന്ന കൊരട്ടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസിന്റെ ഉപവാസ സമരം. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന കൊരട്ടി ലത്തീൻ പള്ളിക്ക് മുമ്പിൽ മിനി മാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുന്നതിന് എതിര് നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF ജനപ്രതിനിധികളുടെ ഉപവാസ സമരം.
സനീഷ് കുമാർ ജോസഫ് MLA-യും ബെന്നി ബെഹനാൻ MP-യും പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വിളക്കുകൾ സ്ഥാപിക്കാൻ സന്നദ്ധമായിട്ടും രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞു എന്നാരോപിച്ചായിരുന്നു സമരം നടന്നത്. അത്ഭുത പ്രവർത്തനായ അന്തോണീസ് കുഞ്ഞുവാളുടെ തിരുനടയിൽ ഒരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളി വികാരിയും അതിൻ്റെ മറ്റ് ട്രസ്റ്റി അടങ്ങുന്ന ഭാരവാഹികളും ഇവിടുത്തെ ഭക്തജനങ്ങളും ഒരു നിവേദനം നൽകുകയുണ്ടായി. എന്നാൽ MP അത് സഡനായിട്ട് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ NOC കിട്ടണമെന്നുള്ളതുകൊണ്ട് പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലെറ്റർ കൊടുക്കുകയും എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി അത് വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് അനുസരിച്ച് കിട്ടാതെ അവർ ധാർഷ്ട്യത്തോടു കൂടി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് MLA-യോട് പറഞ്ഞു, MLA-യും ഇതുപോലെ തന്നെ ഫണ്ട് അനുവദിച്ചു. പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ടെൻഡർ നടപടിക്ക് വീണ്ടും ഇതുപോലെ അപേക്ഷ കൊടുത്തു. അപ്പോൾ MLA ഇത് ആവശ്യപ്പെട്ടതനുസരിച്ച് കമ്മിറ്റിയിൽ അത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ധാർഷ്ട്യമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ MP ആയ ശ്രീ ബെന്നി ബെഹനാൻ്റെയും അതോടെ തന്നെ ഇവിടുത്തെ MLA ആയ ശ്രീ സനീഷ് കുമാർ ജോസഫ് അവരുടെയും ഒരു പദ്ധതിയും ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര നിഷേധാത്മകമായ നടപടി ഈ ഭരണസമിതി എടുക്കുന്നത് എന്നാണ് നമുക്കറിയാനുള്ളത്. എന്തായാലും ജനങ്ങളെ നമുക്കത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുൻ MP ആയിരുന്ന ശ്രീ ഇന്നസെന്റ് MP-യുടെ അതുപോലെ മുൻ MLA ആയിരുന്ന ശ്രീ BD ദേവസി അദ്ദേഹം വെച്ച ഹൈമാക്സ് ലൈറ്റിൻ്റെയും അനുമതി കൊടുക്കുകയുണ്ടായിരുന്നു. പൊതുജനങ്ങൾക്കും പള്ളിയിലെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതിയോട് ഇടതുപക്ഷം പുലർത്തുന്ന നിഷേധാത്മക നിലപാട് പുനഃപരിശോധിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. വൈദ്യുതി ചെലവ് ഉൾപ്പെടെയുള്ള തുടർ പരിപാലനം പഞ്ചായത്തിന് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന വാദം അപഹാസ്യമാണെന്നും നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന നീക്കം പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഏറെ കൊട്ടിഘോഷിച്ച് 2022 ജനുവരിയിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയ ശ്രീ ഫുഡ് പദ്ധതി നാളിതുവരെ യാഥാർത്ഥ്യമാക്കാത്തത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് ഉദാഹരണമാണെന്നും സമരത്തിൽ ആരോപണമുയർന്നു. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കുകളാകുന്നതായും പഞ്ചായത്തിന്റെ വികസനം സമൂഹ മാധ്യമങ്ങളിലൂടെ ജൽപ്പനങ്ങളിൽ ഒതുങ്ങുന്നതായും സമരക്കാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ ലീല സുബ്രഹ്മണ്യൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി ലീഡർ ബിജോയ് പെരേപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് തച്ചുപറമ്പൻ, ചാക്കപ്പൻ പോൾ, വർഗീസ് പയപ്പള്ളി, ഗ്രേസിസ് കറിയ, പോൾസി ജിയോ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഫിൻസോ തങ്കച്ചൻ, മനേഷ് സെബാസ്റ്റ്യൻ, മേഴ്സി സെബാസ്റ്റ്യൻ, സച്ചിൻ രാജ, വിജോയ് വടക്കുംപുറം, ജോഷി വല്ലൂരാൻ എന്നിവർ പ്രസംഗിച്ചു. എന്നാൽ ഇത്തരത്തിൽ ഇതില് വൻ ഭൂരിപക്ഷം കിട്ടി തന്നെയാണ് ജനങ്ങളുടെ വോട്ട് നേടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാനും നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫും ഇവിടെ ജയിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ നീതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലയാണ് പഞ്ചായത്തിനകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, വെളിച്ചം, റോഡ് കൊടുക്കാനുള്ള അനിവാര്യ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ പഞ്ചായത്തിനാണ്. അത് മറന്നുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളോടുള്ള ആ കടപ്പാട് മറന്നുകൊണ്ടാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി പണം കിട്ടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള ഒരു തദ്ദേശ സ്വയംഭരണമാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ വന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ഏറ്റവും വരുമാനമുള്ള പഞ്ചായത്താണ്, ഏറ്റവും തനത് വരുമാനം കിട്ടുന്ന പഞ്ചായത്താണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. എന്നിരിക്കെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് കൊടുക്കേണ്ട വെള്ളം, വെളിച്ചം, ലൈറ്റ് ഇത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശക്തമായ നിലപാട് എടുക്കുന്നതാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ ഇന്ന് നടത്തുന്ന ഈ ഉപരോധ സമരം. UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ ഇന്നൊരു സൂചന മാത്രമാണ്. ഇത് ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. എന്നാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട MP നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് അത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ അപ്രൂവൽ നടപടി നടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെൻഡർ നടപടി നടന്ന് ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കും. അത് ദൃഢനിശ്ചയമാണ് MP-യുടെ. അപ്പോൾ NH-മായി ബന്ധപ്പെട്ട് അതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെൻഡർ നടപടി നടക്കുമെന്നാണ് MP ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. MP ഇപ്പോൾ സ്ഥലത്തില്ല. എത്രയും ഇതാണ്. അപ്പോൾ ഇതൊരു സൂചന മാത്രമാണ്. ഇത് മാത്രമല്ല, പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയിൽ ഇനി ദിനം പ്രതി ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുമെന്ന് പഞ്ചായത്തിൽ ഇപ്പോൾ
ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിക്ക് മുന്നുള്ള ചില അനുഭവങ്ങളിൽ തന്നെ വെളിച്ചത്തിന് ഏത് വിധത്തിലും കൊരറ്റി ഇട്ടിലാക്കണം എന്നുള്ള ഒരു ദാസ്യബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ മുന്നണി കുറെ കാലങ്ങളായി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ കൊരറ്റി മേൽപ്പാലെത്തുമ്പോൾ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ലൈറ്റുകൾ വെച്ചപ്പോൾ അവ അഴിപ്പിക്കാൻ മുൻ MLA ഉണ്ടായി. MLA വെച്ച് മിന്നാമിന്നി പോലത്തെ വെളിച്ചം കൊറോണ കാലത്ത് കള്ളന്മാർ കൊണ്ടുപോയപ്പോൾ ഊരാക്കൂരിയിൽ നമ്മളെ കൊരറ്റിയെ തള്ളിവിട്ടപ്പോൾ ചായ്പമൊഴി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം രക്ഷാധികാരിയായി ഡോക്ടർ ജോയ് കട്ടക്കയത്തെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷനായി. ഓമന ജോസ്, ബെന്നി നമ്പേലി, വർഗീസ് പോറായി എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.